ഈ പരമ്പരാഗതമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന വോട്ടുകൾ അടിസ്ഥാനവർഗത്തിൻ്റെ ഈഴവിഴാതി പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ട് ഇടതുപക്ഷത്തിന് ഇത്തവണ നഷ്ടപ്പെട്ടു എന്നുള്ളത് നേരാണ്. അത് നഷ്ടപ്പെടുമെന്നുള്ളത് അവർ പ്രതീക്ഷിക്കേണ്ടതാണ്. കാരണം ഇവിടെ ചില വിഭാഗങ്ങളെ പ്രത്യേകമായി താലോലിക്കുകയും മറ്റൊരു വിഭാഗം താലോലിച്ചില്ലെങ്കിലും കണ്ടഭാവം നടിക്കാതെ, ആലുവ ഉണപ്പത്ത് പോലും കാണിച്ച് കണ്ടഭാവം നടിക്കാതെ അവർ കൂടെ ഉണ്ട് എന്നുള്ള വിചാരത്തിൽ പോകുമ്പോൾ എന്നിവരുണ്ടാകില്ല. ഇതൊന്നും മനസ്സിലാകണം. ഇടതുപക്ഷത്തിൻ്റെ ജനകീയ അടിത്തറ എന്ന് പറഞ്ഞാൽ ഈഴവരാതി പിന്നോക്ക സമുദായത്തെ ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ നോക്കി. മുസ്ലിങ്ങൾക്ക് പ്രീണിപ്പിക്കുന്നതിലൊന്നും തെറ്റൊന്നുമില്ല. അവർക്ക് കൊടുക്കേണ്ടത് തന്നെയാണ്. പിന്നെ അവരെ കൂടെ കൂടുതൽ നിർത്തിയാൽ ഇവിടെ നിന്ന് എന്തെങ്കിലും ചോർച്ച പോയാൽ അത് പരിഹരിക്കാൻ കൂടെ വേണ്ടിയിട്ട് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ നോക്കിയപ്പോൾ വന്ന അപകടം എന്താണ്? പ്രീണനം കുറെ കൂടിപ്പോയില്ലേ? ആ പ്രീണനം കൂടിയപ്പോൾ ന്യൂനപക്ഷത്തെപ്പെട്ടിട്ടുള്ള ക്രിസ്ത്യാനികൾക്ക് പോലും പാർട്ടിയോട് ഒരു വിരോധമുണ്ടായി. കാരണം എന്നും മുസ്ലിം ക്രിസ്ത്യൻ മാനസികമായി ആ അഖില ലോകാടിസ്ഥാനത്തിൽ പോലും അവർ യോജിച്ചു പോകുന്ന ആളുകളാണ്. ഈ മുസ്ലിം പ്രീണനവും കൂടിയപ്പോൾ അവിടുത്തെ ക്രിസ്ത്യാനികൾ പാലസ്തീൻ്റെ വിഷയത്തിൽ നിന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്കറിയാം നമ്മളെന്തിനാണ് അതൊക്കെ ആവശ്യമില്ലാത്ത അഖില ലോകാടിസ്ഥാനത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഏറ്റെടുത്തുകൊണ്ട് പാലസ്തീൻ വിഷയത്തിൽ LDF ഏറ്റെടുത്തുകൊണ്ട് വലിയ സമ്മേളനങ്ങളും പ്രകടനങ്ങളും ഒക്കെ ഇവിടെ നടത്തി. പക്ഷേ പാർലമെൻറ്റ് നടത്തിയപ്പോൾ ഈ കാന്തപുരം പോലും കൂടെ ഉണ്ടോ? ഇല്ല. വോട്ട് വന്നപ്പോൾ അത് മുസ്ലിങ്ങൾ ഒന്നിച്ചു നിന്ന് മുസ്ലിം ലീഗിൻ്റെ കൂടെ അല്ല നിന്നത്. പാർട്ടിക്ക് കിട്ടിയ വോട്ട് ഒരുപാട് പ്രദേശം പോലും പാർട്ടിയിൽ പോകാൻ കാരണം എന്താണ്? ഈ പ്രീണനം ഒരു ഭാഗത്ത് വിടുമ്പോൾ ഈ കാണുന്നതെല്ലാം കണ്ടും കൊണ്ടും സഹിച്ച് നിൽക്കുന്നൊരു വിഭാഗമുണ്ട്. ഈ വിഭാഗത്തിൻ്റെ ചോരയും നീരും കൊണ്ടാണ് ഈ പാർട്ടി വളർന്നു ഉയർന്നത്. ആ ഉയർന്നു വളർന്ന ഇടതുപക്ഷത്തെ അവർ വളർത്തിയ ആ വിഭാഗത്തെ പലപ്പോഴും വിസ്മരിച്ചു പോകുന്നു. അവരിന്നും എവിടെയാണ് കിടക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. ഇന്നെല്ലാ സമ്പത്തുകളായാലും അധികാരങ്ങളായാലും അവകാശങ്ങളായാലും ആർക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി വാരിക്കൊടുക്കുക. ഭൂരിപക്ഷത്തിലെ പിന്നോക്ക വിഭാഗങ്ങളെ കൂടി ഉന്നമനത്തിലേക്ക് കൊണ്ടുവരാൻ ഉള്ള പാക്കേജ് വേണ്ടേ? ഇപ്പോൾ മുസ്ലിം സമുദായത്തിന് PSC നിയമനങ്ങളിൽ അവർക്ക് അർഹതപ്പെട്ട പങ്കാളിത്തം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടത്തിയില്ലേ? അതേസമയത്ത് ഇവിടുത്തെ ഈഴവ സമുദായത്തിനുള്ള പരിഗണനയും പരിരക്ഷയും കിട്ടാത്തതിന് ഒരു റിക്രൂട്ട്മെൻറ്റും ആരും നടത്തിയില്ലല്ലോ. മാത്രമല്ല ഇവിടെ മുന്നോക്ക സമുദായ കോർപ്പറേഷൻ ഉണ്ടാക്കി മുന്നോക്ക സമുദായക്കാരുടെ പാവപ്പെട്ട കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പും എല്ലാം കൊടുക്കാൻ ഗവൺമെൻറ് തയ്യാറായപ്പോൾ പിന്നോക്ക സമുദായ കോർപ്പറേഷൻ എവിടെ? ആ പിന്നോക്ക സമുദായക്കാരെ ഈഴവരാതെ ഇവിടെയുള്ള സമുദായത്തെ പണ്ടൊരു കോർപ്പറേഷൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത്. ആ വഴി ഒരുപാട് പാവപ്പെട്ട ഈഴവരെ സഹായിക്കുന്നുണ്ടായിരുന്നു. അതില്ലാതാക്കി. ഇതെല്ലാം കണ്ടും കൊണ്ടും നിൽക്കുന്ന ഈഴവരും പിന്നോക്കക്കാരും അല്ലേ കേരളത്തിലുള്ളത്. ഇന്നും അവരും പ്രബുദ്ധരല്ലേ? വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് നോക്കൂ. വിദ്യാഭ്യാസ മേഖലയിൽ കോഴ്സുകൾ കൊടുക്കുന്നതായാലും കോളേജ് കൊടുക്കുന്നതായാലും എല്ലാം ആർക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? പിന്നോക്ക വിഭാഗത്തിനോടെ കിട്ടുന്നു. അവരെ പരമ്പരാഗതമായി അവഗണിക്കുന്നുവെങ്കിൽ ഇടതുപക്ഷം വന്നപ്പോൾ അവർക്ക് കൂടി പ്രത്യേക പാക്കേജ് കൊടുത്ത് അവർക്ക് കൂടി വിദ്യാഭ്യാസ മേഖലയിൽ അവസരങ്ങൾ കൊടുക്കണ്ടേ? ഇപ്പം മലപ്പുറം ജില്ലയിലൊട്ട് കോളേജ് ഞങ്ങൾക്കുണ്ടോ? അതുപോലെ പറഞ്ഞ വയനാട് ഞങ്ങൾക്കുണ്ടോ? കാസർഗോഡുണ്ടോ? എറണാകുളം ജില്ലയിൽ പോലും ഒരൊറ്റ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നമുക്കില്ല. അപ്പോൾ ഒരുപാട് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം മേടിച്ചവർക്ക് തന്നെ പിന്നെയും കൊടുക്കുകയും ഇല്ലാത്തവരെ പരിഗണിക്കാതിരിക്കുകയും ചെയ്യുന്നത് ശരിയാണോ? ഇടതുപക്ഷം പ്രത്യേകിച്ച് ചെയ്യേണ്ടത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവേശിക്കാനോ ആ രംഗത്ത് ഉന്നതിയിലേക്ക് നേടാൻ സാധിക്കാത്ത വലിയൊരു വിഭാഗമാണ് ഈഴവ സമുദായം. അവർ വിദ്യാഭ്യാസപരമായി വളരെ പുറകിലാണ് മറ്റുള്ളവരുമായിട്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ. ആ കുറവ് പരിഹരിക്കുവാൻ എവിടെയെല്ലാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊടുക്കാൻ സാധിക്കുമോ ആ കുറവ് അവർക്കൂടെ പരിഹരിച്ചുകൊണ്ട് അവരെ കൂടി ലിഫ്റ്റ് ചെയ്യണ്ടേ? കൊടുക്കുന്നില്ല. അത് കോൺഗ്രസും കൊടുക്കുന്നില്ല,
ഇവിടെ LDF കൊടുക്കുന്നില്ല, UDF തമ്മില്ല. പിന്നെ എന്താ വ്യത്യാസം? അപ്പം ഇങ്ങനെ പിന്നോക്ക വിഭാഗത്തിലും വിഭാഗത്തിലും ഒരുപാട് നിരാശാബോധമുണ്ട്. അവർക്ക് പെൻഷൻ ഉണ്ടായിരുന്നു, ഈ ഒരുപാട് പെൻഷൻ പദ്ധതി പഴയ ഗവൺമെൻറ് 600 ഈ സർക്കാർ 1600 ആക്കി. ആളുകൾ വളരെ സന്തോഷിച്ചു, അത് വലിയൊരു ആനുകൂല്യമായിരുന്നു. പക്ഷെ അത് കൊടുക്കാൻ സാധിക്കുന്നില്ല. അതുപോലെ നിത്യോപയോഗ സാധനങ്ങൾ ഇന്ന് സർക്കാരിൻ്റെ ഔട്ട്ലെറ്റിൽ കൊടുക്കുന്നത് ഇന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ അവിടെ സാധനങ്ങൾക്ക് വില കൂടുതൽ, ഉള്ള മാർക്കറ്റിന് വില കൂടുതലോ അല്ലെങ്കിൽ വില കുറവാണെങ്കിൽ പോലും അവിടെ ചെന്ന സാധനമില്ല. അപ്പോൾ ഇങ്ങനെ പൊതുവെ പറഞ്ഞാൽ ഇത് ദാരിദ്ര്യം അനുഭവിക്കുന്ന പട്ടികജാതി പിന്നോക്ക വിഭാഗങ്ങൾക്ക് അവരുടെ രാജ്യത്തിൽ നിന്ന് മോചനം നേടാൻ പലവിധ ദാരിദ്ര്യമുണ്ട്. വിദ്യാഭ്യാസ മേഖലയുള്ള ദാരിദ്ര്യമുണ്ട്, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ ദാരിദ്ര്യമുണ്ട്. രാഷ്ട്രീയത്തിൽ അവർ എവിടെ എത്തി? ഇവിടെ കിടന്ന് തല്ലും ചോരയും എല്ലാം കൊടുത്ത് പാർട്ടി വളർത്തിയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ന്യൂനപക്ഷക്കാരൻ വന്നാൽ അവന് ഡബിൾ പ്രൊമോഷൻ കൊടുത്ത് അവനെ വേണമെങ്കിൽ LC സെക്രട്ടറി, അവിടുത്തെ MLA, അടുത്ത മന്ത്രിയാക്കും. അദ്ദേഹത്തെ ഒരു പിന്നോക്കക്കാരൻ തല്ലുകൊടുത്ത് ഇതെല്ലാം ആയി വളർത്തിയ ഈ പാർട്ടി അവനെ ലിഫ്റ്റ് ചെയ്യുന്നില്ല. അവൻ്റെ പ്രൊമോഷൻ പാർട്ടി പോലും കിട്ടുകയില്ല. അദ്ദേഹത്തെ ഒരു മുന്നോക്കക്കാരനായി ന്യൂനപക്ഷക്കാരനായി എങ്കിൽ ഇടതുപക്ഷത്തിനകത്ത് പാരമ്പര്യമില്ല. അവൻ്റെ ത്യാഗങ്ങൾ കണക്കിലെടുക്കാതെ അവൻ്റെ മതവും ജാതിയും മാത്രം നോക്കിക്കൊണ്ട് ആ വിഭാഗക്കാരെ കൂടെ തന്നിലേക്ക് അടുപ്പിക്കാൻ, പാർട്ടിയിലേക്ക് അടുപ്പിക്കാനുള്ള നയം സ്വീകരിച്ചുകൊണ്ട് അവരെല്ലാം ലിഫ്റ്റ് ചെയ്തപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ പിന്നോക്കക്കാരനെ രാഷ്ട്രീയമായി ഇന്ന് പിന്തള്ളപ്പെട്ടു പോയി. അതുകൊണ്ട് തന്നെയുള്ള നിങ്ങൾ നോക്കുക, ഇന്ന് തന്നെ ആലപ്പുഴ ജില്ലയിൽ തന്നെ 70 എത്ര പേരുണ്ട് സ്ഥാനാർത്ഥിയായിട്ട്? പണ്ട് അരൂരിൽ നിന്നും ആരായിരുന്നു, ചേർത്തല നിന്നും ആരായിരുന്നു, മാറാരിക്കുളത്ത് നിന്നും ആരായിരുന്നു? ഇന്ന് അതെല്ലാം പോയി. ഇന്ന് ആകെ ഒരാളെ നിൽക്കുന്ന 70. അങ്ങനെ നിങ്ങൾ ഓരോ പ്രദേശത്ത് നോക്കുമ്പോൾ ഇവിടെ ഇതാണ് സ്ഥിതിയെങ്കിൽ ബാക്കി ജില്ലകളിലെ സ്ഥിതി എന്താണ്? രാഷ്ട്രീയപരമായിട്ട് ഈഴവർക്ക് രാഷ്ട്രീയ പരിഗണനയും പരിരക്ഷയും കൊടുക്കുന്ന ഇടതുപക്ഷം. UDF കൊടുക്കുകയല്ല, ഇടതുപക്ഷമാണ് ആകെ പിന്നോക്കക്കാർക്ക് ഒരു ആശ്രയമായി വന്നപ്പോൾ അവിടെയും ആശ്രയമില്ല എന്ന് വന്നപ്പോൾ എന്തായി? മറ്റൊരു ആശ്രയത്തിൽ നേടിക്കൊണ്ട് അവരെല്ലാം NDAയിലേക്ക് ഇടിച്ചു കയറി. ആ ഇടിച്ചു കയറിയതുകൊണ്ടാണല്ലോ ആലപ്പുഴ ജില്ലയിൽ ശോഭാ സുരേന്ദ്രൻ എന്തുമാത്രം വോട്ട് മേടിച്ചു. ഇവിടെ മാത്രമല്ല, കോട്ടയത്ത് എത്ര വോട്ട് മേടിച്ചു, ട്രിവാൻഡ്രത്ത് എത്ര വാങ്ങിച്ചു, ഇങ്ങനെ തൃശ്ശൂർ വാങ്ങിച്ചു. ഇങ്ങനെ പല നിയോജകമണ്ഡലങ്ങളിൽ സിംഗിൾ മെജോറിറ്റി തന്നെ അവർക്ക് മേടിക്കാൻ സാധിച്ചു. ഇതെല്ലാം മഹാഭൂരിപക്ഷം നോക്കിയാൽ പട്ടികജാതി പിന്നോക്ക വിഭാഗങ്ങളുടെ ഒരു കടന്നുകയറ്റം ഇന്ന് NDAയിലുണ്ടായി. ഈ NDAയിലുണ്ടാകാൻ കാരണം NDAയിലുള്ള പ്രതീക്ഷ ആഗ്രഹത്തിലുപരി ഇവിടെയുള്ള അംഗമാണ് തന്നെ. UDFിലോ രക്ഷയില്ല. അവരെന്നും ഈ അടിസ്ഥാന വർഗത്തിന് സഹായകരമായൊരു നിലപാട് സ്വീകരിച്ചൊരു പാരമ്പര്യമില്ല. എന്നും ഈ അടിസ്ഥാന വർഗത്തിൻ്റെ ആവേശമായ ഇടതുപക്ഷ പ്രസ്ഥാനം പോലും അവർക്കിപ്പോൾ ഒരു പരിഗണന കൊടുക്കുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ രാജ്യത്തെ പാർട്ടി സെക്രട്ടേറിയറ്റ് പോലും നോക്കിയാൽ എത്ര പേരുണ്ട്, പാർട്ടിയിൽ MLAമാർ നോക്കിയാൽ എത്ര പേരുണ്ട്, പാർട്ടിയിൽ താഴെത്തട്ടി നോക്കിയാൽ ജില്ലാ സെക്രട്ടറിമാർ നോക്കിയാൽ കൂടുതലോട് കണ്ടേക്കാം. പക്ഷെ ഭരണത്തിലുള്ള പങ്കാളിത്തമാണ് അനിവാര്യമുണ്ട്. ഇതെല്ലാം വരുമ്പോൾ പാർട്ടി പ്രവർത്തിച്ചവർക്ക് പോലും, പ്രവർത്തിച്ച നിസ്വാർത്ഥ സേവനം നടത്തുന്നവർക്ക് പോലും വേണ്ടത്ര പരിഗണനയോ പരിരക്ഷയോ അവർക്ക് പ്രൊമോഷനോ കിട്ടുന്നില്ല. ഇതെല്ലാം കൊണ്ടൊരു നിരാശാബോധം പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വന്നപ്പോൾ ഇതിനെല്ലാത്തിനും പ്രതിവിധിയായി കണ്ടെത്തുന്നത് UDFും ഇല്ല, LDFിൽ രക്ഷയില്ലാവുന്നപ്പോൾ രക്ഷകരായി ഇന്ന് NDA വന്നപ്പോൾ അതിലേക്ക് ഇന്ന് സാധാരണക്കാർ ഇടിച്ചു കയറിയെങ്കിൽ അത് സാധാരണക്കാരെ കൊണ്ട് കുഴപ്പമില്ല. അവരെ സംരക്ഷിക്കേണ്ടവർ സംരക്ഷിക്കാൻ തയ്യാറാകാതെ വന്നു. രാഷ്ട്രീയ നീതി ലഭിച്ചില്ല, സാമുദായിക നീതി ലഭിച്ചില്ല, വിദ്യാഭ്യാസ നീതി ലഭിച്ചില്ല, ഇതിന് സാമ്പത്തിക നീതി. ഇവിടുത്തെ സമ്പത്ത് പങ്കിടുമ്പോൾ ഇവിടുത്തെ പിന്നോക്കക്കാരനും പട്ടികജാതിക്കാരനും എന്ത് കിട്ടുന്നുണ്ട്? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കോഴ്സുകളും അനുവദിച്ചു കൊടുക്കുമ്പോൾ അത് ശമ്പളം കൊടുക്കുന്ന സർക്കാരാണ്. കോടിക്കണക്കിന് രൂപയല്ലേ രണ്ട് സമുദായങ്ങളിൽ ഇതെല്ലാം കൂടി ചെന്ന് വീഴുന്നത്. SNDP യോഗത്തിന് SNDRSനുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മൊത്തം കോട്ടയം ജില്ലയുടെ ഒറ്റ സമുദായത്തിനുണ്ട്. പിന്നെ ആ സമുദായം പഠിക്കുകയല്ലേ സാമ്പത്തികമായിട്ട്.
ഇവിടെ ഈ രാജ്യത്ത് സമ്പത്ത് മുഴുവൻ ആരുടെയിലാണ്, വ്യവസായം മുഴുവൻ ആരുടെയാണ്, ബാങ്ക് കൺട്രോളിങ് ആരുടെയിലാണ്. അങ്ങനെ നോക്കിയാൽ സമ്പദ് മേഖല മുഴുവനും ന്യൂനപക്ഷങ്ങളിലേക്ക് ചെന്ന് അടിഞ്ഞുവെങ്കിൽ അവർക്ക് അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും എല്ലാം ഇന്നും കേരളത്തിൽ അവർ വന്നാലും ഇവർ വന്നാലും ആര് വന്നാലും അവർക്ക് ലഭിക്കുന്നു. അവരതുകൊണ്ട് മനപോലെ വളർന്നു, തഴച്ചു വളർന്നു. ഇങ്ങനെ ഒരു സഹായവും സഹകരണവും പിന്നോക്കം നിൽക്കുന്നവരെ കൂടി മുന്നോക്കം കൊണ്ടുവരാനുള്ള പദ്ധതികളും പരിപാടികളും സർക്കാർ ആവിഷ്കരിക്കണ്ടേ? അതിനല്ലേ പിന്നോക്ക വികസന കോർപ്പറേഷൻ ഉണ്ടാക്കി മുന്നോക്കക്കാർക്ക് കൊടുത്തതുപോലെ തന്നെ പിന്നോക്കക്കാർക്ക് കൊടുക്കണ്ടേ? അപ്പോൾ സാമൂഹ്യ നീതി എന്നുള്ളത് ഈ രാജ്യത്ത് വേണം. എല്ലാ സമുദായത്തിനും തുല്യ നീതി, വിദ്യാഭ്യാസ നീതി, രാഷ്ട്രീയ നീതി, സാമ്പത്തിക നീതി. ആ നീതി ഇവിടെ ഇല്ല. ആ നീതിബോധം പലപ്പോഴും സംഘടിത വോട്ട് ബാങ്കായി നിൽക്കുന്ന വിഭാഗങ്ങൾ കുറച്ചെങ്കിലും ആദർശത്തോടു കൂടി നിന്ന ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷം പോലും ആദർശം വിഴുകേണ്ടി വന്നു. ഇന്നിപ്പോൾ അടവ് നയത്തിലേക്ക് പോകേണ്ടി വന്നു. ഈ അടവ് നയത്തിലേക്ക് പോയത് വന്നപ്പോൾ പോയത് ഇവിടുത്തെ അടിസ്ഥാന വർഗമാണ്. ആ അടിസ്ഥാന വർഗം അടവയ്ക്കപ്പെട്ട് അതിൻ്റെ ദുരിതവും ദുഃഖവും വേദനയും അനുഭവിച്ചു കഴിയുന്ന എല്ലാ കോടിക്കണക്കിന് സാധാരണക്കാരിന്ന് കേരളത്തിലുണ്ട്. അവരുടെ ദുഃഖമാണ് വോട്ടായി മറിച്ചുകുത്തി അതിൻ്റെ പരാജയമാണ് ഇന്ന് ഇടതുപക്ഷത്തിലെത്തുന്നത്.